ഒരിക്കൽ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായി. താൻ ഏകനായ ഈശ്വരനാണെന്നും പരബ്രഹ്മമാണെന്നും ബ്രഹ്മാവ് വാദിച്ചു. താൻ സൃഷ്ടിയുടെ ആദിയിലുണ്ടായതുകൊണ്ട് താനാണ് ശ്രേഷ്ഠനെന്ന് മഹാവിഷ്ണുവും പറഞ്ഞു. ഈ തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുന്നിൽ അത്ഭുതകരമായ ഒരു പ്രകാശലിംഗം പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ ആദിയോ അന്ത്യമോ കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു അശരീരി അവിടെ ഉണ്ടായി. നിങ്ങളിൽ ആരാണോ ഈ പ്രകാശസ്തംഭത്തിന്റെ അറ്റത്ത് ആദ്യം എത്തുന്നത് അവനാണ് ശ്രേഷ്ഠൻ. ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ബ്രഹ്മാവ് ഒരു അരയന്നത്തിന്റെ രൂപമെടുത്ത് മുകളിലേക്ക് പറന്നു. വിഷ്ണു ഒരു വരാഹ രൂപമെടുത്ത് താഴേക്ക് പോയി. മഹാവിഷ്ണുവും ബ്രഹ്മാവും എത്ര മുകളിലോട്ടും താഴോട്ടും പോയിട്ടും അവർക്ക് ആ പ്രകാശലിംഗത്തിന്റെ അറ്റം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ബ്രഹ്മാവ് താഴേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് ഒരു പുഷ്പത്തെ കണ്ടു. ആ പുഷ്പത്തോട് ബ്രഹ്മാവ് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? ആ പുഷ്പം പറഞ്ഞു, ഞാൻ ഈ പ്രകാശസ്തംഭത്തിന് മുകളിൽ നിന്നാണ് വരുന്നത്. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവ് ആ പുഷ്പത്തോട് ഒരു കള്ളം പറയാൻ ആവശ്യപ്പെട്ടു. താൻ പ്രകാശസ്തംഭത്തിന്റെ അറ്റം കണ്ടുവെന്ന് വിഷ്ണുവിനോട് പറയണമെന്നായിരുന്നു ആ ആവശ്യം. അങ്ങനെ മഹാവിഷ്ണുവും ബ്രഹ്മാവും വീണ്ടും ഒത്തുചേർന്നപ്പോൾ വിഷ്ണു താൻ പ്രകാശസ്തംഭത്തിന്റെ അറ്റം കണ്ടില്ലെന്ന് സത്യസന്ധമായി സമ്മതിച്ചു. എന്നാൽ ബ്രഹ്മാവ് താൻ അറ്റം കണ്ടുവെന്നും ഈ പുഷ്പം അതിന് സാക്ഷിയാണെന്നും കള്ളം പറഞ്ഞു. ഈ കള്ളം കേട്ടപ്പോൾ മഹാദേവൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രകാശലിംഗം സാക്ഷാൽ ഭഗവാൻ ശിവന്റെ ജ്യോതിർലിംഗമായിരുന്നു. കള്ളം പറഞ്ഞ ബ്രഹ്മാവിനെയും അതിന് കൂട്ടുനിന്ന ആ പുഷ്പത്തെയും ശിവഭഗവാൻ ശപിച്ചു. ബ്രഹ്മാവിന് ഭൂമിയിൽ ആരാധന ഉണ്ടാകില്ലെന്നും ആ പുഷ്പം ശിവപൂജയ്ക്ക് ഉപയോഗിക്കില്ലെന്നും ശിവൻ ശപിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ.